സംസ്ഥാനത്തെ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് താൻ തുറന്നു പറഞ്ഞതെന്നും എന്നാൽ അതിന്റെ പേരിൽ തന്നെ ബോധപൂർവം തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കാൻ ശ്രമങ്ങൾ നടക്കുകയാണെന്നും പറയുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തനിക്കെതിരെ ഉയരുന്ന ഇത്തരം വിമർശനങ്ങൾ പുത്തരിയല്ലെന്നും എന്നാൽ SNDPക്കെതിരെ ആരെങ്കിലും വാളോങ്ങാൻ വന്നാൽ അതിന് മുന്നിൽ മൗനം പാലിക്കാൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി നടേശൻ തന്റെ നിലപാടുകൾ പരസ്യമാക്കിയത്. കേരളത്തിലെ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് താൻ ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റ് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് അദ്ദേഹം എഴുതുന്നു. വെറും ഉമ്മാക്കികൾക്ക് മുന്നിൽ ഭയന്ന് ഓടുന്ന ആളല്ല താനും തന്റെ സംഘടനയുമെന്നും വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തുന്നു. കേരള ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ ജനസമൂഹത്തിന്റെ യഥാർത്ഥ ആശങ്കകളാണ് യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താൻ ഉന്നയിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭരണം നിലനിർത്താനും പിടിച്ചെടുക്കാനും വേണ്ടി കേരളത്തിൽ മുന്നണികൾ മതേതര കുപ്പായമിട്ട മുസ്ലിം ലീഗ് എന്ന ലക്ഷണമൊത്ത വർഗീയ സംഘടനയെ താലോലിക്കുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നവരെ വർഗീയവാദിയാക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷ ഹിന്ദു ജനവിഭാഗത്തെ സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒതുക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിം ലീഗുമുണ്ട്. മുസ്ലിം മതസമൂഹത്തെ അല്ല, മുസ്ലിം ലീഗിനെയാണ് താൻ എതിർക്കുന്നതെന്ന് എത്രയോ തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണത്തിൽ പങ്കാളിയായാൽ സ്വാഭാവികമായും അവർ വർഗീയമായി മാത്രമേ പ്രവർത്തിക്കൂ. അതിന് തെളിവാണ് ലീഗിന്റെ ജനപ്രതിനിധികളും പേഴ്സണൽ സ്റ്റാഫും അവർ ഭരിക്കുന്ന വകുപ്പുകളിലെ പ്രധാന തസ്തികയിൽ ഇരിക്കുന്ന ആളുകളും. ഇപ്പോൾ ലീഗിന്റെ മന്ത്രിയായ KM ഷാജിയുടെ മതമാണ് അവരുടെ പ്രശ്നമെന്ന പ്രസംഗം ഞങ്ങളാരും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി എതിർക്കുന്നവർക്ക് പോലും ഇതൊക്കെ തുറന്നു കാട്ടാൻ ഭയമാണ്. ആ ഭയം എനിക്കില്ല. അതുകൊണ്ട് വർഗീയവാദി ആകുമെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. തനിക്കെതിരായ കേസുകളുടെ കാര്യത്തിലും അദ്ദേഹം വിശദീകരണം നൽകുന്നു. വോട്ടർ പട്ടിക കേസ്, തെരഞ്ഞെടുപ്പ് കേസ്, മൈക്രോ ഫിനാൻസ് കേസ്, കമ്പനി നിയമ കേസ്, SN ട്രസ്റ്റ് കേസ്, KK മഹേശൻ ജീവനൊടുക്കിയ കേസ് തുടങ്ങി ഒരു കേസിലും തനിക്കെതിരെ വിധിയില്ല. നിരവധി കേസുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് SNDP യോഗം നടത്തുന്നുണ്ട്. എന്നാൽ ഒരു കേസിലും തനിക്കെതിരെ വിധിയുണ്ടായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ അവകാശപ്പെടുന്നു. ചില മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും കേസ് തോൽക്കുമ്പോൾ വഴിയിൽ മൈക്ക് കെട്ടി ആക്ഷേപിച്ച് ജയിക്കാൻ ശ്രമിക്കുകയാണെന്നും കൂടെ വെള്ളാപ്പള്ളി ആരോപിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളാപ്പള്ളിയുമായുള്ള അടുപ്പത്തെ ഏറെ പരിഹസിച്ചവരാണ് കോൺഗ്രസും ഘടകകക്ഷികൾ. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ നമ്മൾ കാണുന്നത് ഇവരൊക്കെ വെള്ളാപ്പള്ളിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന കാഴ്ചയാണ്. നേരത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ച മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. UDF നേതാക്കളെ നിരന്തരം അധിക്ഷേപിക്കുന്ന വർഗീയ ശക്തികൾക്ക് മുന്നിൽ ചെന്ന് ഓശാനിച്ച് നിൽക്കുന്നത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്നടക്കം കടുത്ത ഭാഷയിലാണ് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് നേതാക്കൾ പ്രതികരിച്ചത്. ഇനി നിയമസഭ കാണിക്കില്ല എന്നുള്ള കമന്റുകൾ അടക്കം കടുത്ത സൈബർ ആക്രമണമാണ് ബിന്ദു കൃഷ്ണയ്ക്ക് നേരിടേണ്ടി വന്നത്. അതേപോലെ കഴിഞ്ഞ ദിവസം ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി സൗഹൃദ സന്ദർശനം നടത്തി. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം വെള്ളാപ്പള്ളിയെ കാണാൻ ആദ്യമായാണ് മോൻസ് എത്തിയത്. വെള്ളാപ്പള്ളി നടേശനാണ് ഫേസ്ബുക്കിലൂടെ മന്ത്രി തന്നെ കാണാൻ വന്ന ഈ കാര്യം അറിയിച്ചത്. മത്സരരംഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് മോൻസ് ജോസഫ് നേരിട്ടെത്തി അനുഗ്രഹം തേടിയിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം വീണ്ടും എത്തി കൂടിക്കാഴ്ച നടത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വെള്ളാപ്പള്ളി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുകയും ചെയ്തു.